ഗൈസ്, ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഐ എം സ്കേർഡ് നൗ. ഇത് ഒരുപാട് ഇറങ്ങാനുണ്ട് ഗൈസ്. വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. ഇതുവഴി ഗൈസ് ഞാനൊരു പാറ കിട്ടി, അതിലിരിക്കുകയാണ്. എനിക്കിനി ഒരടി മുന്നോട്ട് നിൽക്കാൻ വയ്യ ഗൈസ്. പീരീഡ്സിൻ്റെ തന്നെ സ്വഭാവം കാണിച്ചു തുടങ്ങി. എന്നെ തള്ളി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കല്ലാണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഒക്കെ ബഹളങ്ങളായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്, അങ്ങനെ പവനായി ശവമായി. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കാങ്കറൂസിനെ കാണാൻ പോവാണ്. ഞാൻ ഇതുവരെ കാങ്കറൂസിനെ വൈൽഡിൽ കണ്ടിട്ടില്ല കേട്ടോ, സൂവിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് നിങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ. പക്ഷേ കാണാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. ഫിംഗേഴ്സ് ക്രോസ്ഡ്. കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ നോക്കൂ, അപ്പോൾ മനസ്സിലാവുമല്ലോ. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇതേപോലത്തെ എക്സൈറ്റിംഗ് ഓസ്ട്രേലിയൻ വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ബസ് കയറി ബ്ലാക്ക് ടൗൺ സ്റ്റേഷനിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് ടൗൺ സ്റ്റേഷനിൽ നിന്നായിരിക്കും ഞങ്ങൾ ഗ്ലെൻബ്രൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടുന്ന് അരമണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 8 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ ട്രെയിൻ വരും. ബ്ലാക്ക് ടൗൺ സ്റ്റേഷൻ അത്യാവശ്യം വലിയ സ്റ്റേഷനാണ് കേട്ടോ. മിക്ക ട്രെയിൻസും ഇവിടെ വരാറുണ്ട്. ഗൈസ്, ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പം ഒരു ചലഞ്ച് കൂടിയാണിത്. പക്ഷേ ഒരു വീക്കെൻഡ് എനിക്ക് വേസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് കേട്ടോ കാങ്കറൂസിനെ കാണാൻ പോകണം എന്ന്. പീരീഡ്സ് കാരണം അതൊരു മുടക്കം വരാൻ എനിക്ക് താല്പര്യമില്ല. സോ ലെറ്റ്സ് സീ എങ്ങനെ പോകും എന്ന് നമുക്ക് നോക്കാം. എനിക്ക് പിന്നെ ക്രാംസ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരു ഇറിറ്റേഷൻ ഉണ്ട് ഒബ്വിയസ്ലി. ഒരു എന്താ പറയുക, ഒരു ഛർദ്ദിക്കാനൊക്കെ മുട്ടുന്നത് പോലെ. അല്ലാണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. എൻ്റെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ആകുമ്പോൾ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുമ്പോഴാണ് എനിക്ക് ക്രാംസ് ഉണ്ടാകാറുള്ളത്. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അതെനിക്ക് അത്ര വലിയ ഇഷ്യൂ ആയിട്ട് തോന്നാറില്ല. ഇന്നങ്ങനെയൊക്കെ ആണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കും പീരീഡ്സ് ആകുമ്പം വീട്ടിലിരിക്കുന്നതാണോ അതോ പുറത്തിറങ്ങുന്നതാണോ ഇഷ്ടം? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നു. പഴയ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന ട്രെയിൻ പോലാണ് എനിക്കിത് തോന്നിയത്. അത്യാവശ്യം ബ്ലൂ മൗണ്ടെയ്ൻസിലോട്ട് പോകുന്ന ട്രെയിനൊക്കെ ഇങ്ങനെ പഴയതായിരിക്കും. നമുക്ക് മുകളിലും ഇരിക്കാം, താഴെ ഇരിക്കാം. ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് മുകളിലാണ്, കാരണം നല്ല വ്യൂ കിട്ടും. അപ്പം പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ട്രെയിൻ കയറുമ്പം ചെയ്യാറുള്ളത് ഇയർഫോൺ വെക്കുക, നല്ല പാട്ട് കേൾക്കുക, വിൻഡോ സീറ്റിലിരുന്ന് ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവുക. ഗൈസ്, സമയം 1:30 ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ലഞ്ചൊക്കെ പാക്ക് ചെയ്താണ് കേട്ടോ വന്നത്. അപ്പം ട്രെയിനകത്ത് വെച്ച് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടത്തില്ല. സോ ഫുഡ് കഴിക്കാൻ പോവാണിപ്പം. ഞാൻ റാപ്പാണ് കേട്ടോ പാക്ക് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഇരുന്ന് കഴിക്കാൻ നല്ല ഒരു രസമുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ സ്റ്റേഷനിലെത്തി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗ്ലെൻബ്രൂക്ക് സ്റ്റേഷൻ കാണാനായിട്ട്. സ്റ്റേഷൻ്റെ ഭംഗി ആസ്വദിച്ചിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നപ്പോഴാണ് കുറച്ച് ഗേൾസ് എന്നെ നോക്കി ഇങ്ങനെ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം നോട്ടീസ് ചെയ്തില്ല. ആദ്യം വിചാരിച്ചു ഇതെന്താ ഇവരാരെയും കാണിക്കുന്നതെന്നൊക്കെ. പിന്നെ മനസ്സിലായി എന്നെയാണെന്ന്. അപ്പം ഞാനും കാണിച്ചു കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആളുകളായിരുന്നു. ഗ്ലെൻബ്രൂക്ക് സ്റ്റേഷനിൽ നിന്ന് യുറോക്ക ക്യാമ്പ് ഗ്രൗണ്ടിലോട്ടാണ് കേട്ടോ ഇപ്പം പോകുന്നത്. 5.4 കിലോമീറ്ററാണ് കാറിലൂടെ പോവുകയാണെങ്കിൽ. 4.7 കിലോമീറ്ററാണ് നമ്മൾ വാക്കിംഗ് ട്രാക്കിൽ കൂടെ പോവുകയാണെങ്കിൽ. പക്ഷേ ഈ വാക്കിംഗ് ട്രാക്ക് ഒരു ഫയർ ട്രെയിലൂടെയാണ് കേട്ടോ പോകേണ്ടുന്നത്. ബുഷസും കാടും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് റോഡിൽ കൂടെ തന്നെ പോകാം, അതാകുമ്പം കാടൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് എത്താം എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങളിപ്പോൾ ഈ നടക്കുന്നത്. ഞങ്ങൾ ഗ്ലെൻബ്രൂക്കിൽ നിന്ന് യുറേക്ക ക്ലിയറിങ്ങിലോട്ട് നടക്കുകയാണ്. ഒരു കുറച്ച് ഏറ്റവും ഇറക്കമൊക്കെ ഉണ്ട്.
പീരീഡ്സ് ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അങ്ങനെ നടന്ന് ഞങ്ങൾ സാധാ റോഡിൽ കൂടെ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഒരു ക്യാമ്പിങ്ങിന് പോകുന്ന ആളെ കണ്ടത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഏതെങ്കിലും സിമ്പിൾ വഴിയൊക്കെ ഉണ്ടോ എന്ന്. Then the iron box bike trail. Okay. Yeah, so it's sort of like down and then up again. Yeah, for sure. Yeah, looking for the fastest route. Yeah, but yeah, you should be able to like it's pretty straightforward down here, right? Yeah, you've been there before. Yes, Oh, yeah. nice. Yeah, I've taken the shorter one. Yeah, I'm doing it like a ഓക്കെ, അവർ ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞത് അവർ നേരെ ഡയറക്റ്റ് പോവാം, പിന്നെ കുറച്ച് അല്ലാതെ കുറച്ച് ലോങ് റൂട്ട് കൂടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ നേരെ പെട്ടെന്ന് എത്തുന്ന റൂട്ടിലാണ് പോകുന്നത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് കാങ്കറൂസിനെ കാണുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ അവരൊക്കെ ക്യാമ്പിങ്ങിനാണ് കേട്ടോ വന്നത്. അവിടെ ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഉണ്ട്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ ക്യാമ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല, അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ, കാടൊക്കെയാണ് ഫുള്ളും. ഇത് ബ്ലൂ മൗണ്ടെയ്ൻസ് നാഷണൽ പാർക്കിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഊട്ടിയൊക്കെ ഇല്ലേ, അതുപോലത്തൊക്കെ ഒരു ഫീൽ വരുന്നുണ്ട്. അധികം തണുപ്പൊന്നുമില്ല, മേ ബി ഈ ടൈം ആയതുകൊണ്ടായിരിക്കണം. ഒരു നോർമൽ ടെമ്പറേച്ചർ തന്നെയാണ് കേട്ടോ. എനിക്ക് ജാക്കറ്റ് ഇട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ. ആൻഡ് ബൈ ദ വേ, യുറേക്ക എന്ന് പറയുമ്പം ഒരു അബോറിജിനൽ വേർഡാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം സണ്ണി പ്ലേസ് ആണ്. അപ്പോൾ സമ്മർ സീസണിൽ നല്ല ചൂടായിരിക്കും. നമ്മുടെ റിസോർട്ടിലൊക്കെ വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. റിസോർട്ടിൽ പോലത്തെ വീടുകൾ നല്ല പീസ്ഫുള്ളാണ് ഇവിടെ താമസിക്കാനായിട്ട്. സ്പ്രിങ് സീസൺ ആകുമ്പോൾ ഈ മരങ്ങളൊക്കെ പൂക്കും, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഇവിടെ ഒരു പ്രശ്നമേ ഉള്ളൂ, സിറ്റി ആയിട്ട് ഒരുപാട് ദൂരമാണ് കേട്ടോ. കുറച്ച് റൂറൽ ഏരിയ ആണ്. അപ്പം സിറ്റി ആയിട്ടുള്ള ആക്സസ് കുറയുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് മാത്രം ഉണ്ടാകും. പക്ഷേ കാറുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ടിവിടെ താമസിക്കാം. ഭയങ്കര വണ്ടി കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം ഇത്രയും നേരം ഞാൻ നടന്നിട്ട് ആകെപ്പാടെ ഒരു വണ്ടിയാണ് പോയത്. അപ്പോൾ സമയത്തിന് ഞങ്ങൾ ഈ കാങ്കറൂസിനെ കണ്ടിട്ട് സമയത്തിന് തിരിച്ചെത്തണം, അല്ലെങ്കിൽ ട്രെയിൻ മിസ്സായി പോയാൽ ഇനി ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല. പണ്ടൊരിക്കൽ ഒരു ഞങ്ങൾ ബ്ലൂ മൗണ്ടെയ്ൻസിൽ, അതായത് ന്യൂ ഇയറിൻ്റെ അന്ന് ഞങ്ങൾ ബ്ലൂ മൗണ്ടെയ്ൻസിൽ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അന്നാണെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് കൂടെ ആയിരുന്നല്ലോ. അപ്പം ഞങ്ങൾ അറിഞ്ഞില്ല ബസ്സൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ളത് അവിടുന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ ബസ് കാത്ത് നിന്നിട്ട് ബസ്സും കിട്ടിയില്ല, ക്യാബും ആരും അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഫയർ ട്രെയിലിലൂടെ നടന്ന് അത്രയും ട്രെക്കിങ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഗ്രേറ്റ് കാനിയോൺ വാക്ക് ചെയ്തിട്ട്. അത് തന്നെ ഉണ്ടായിരുന്നു ഒരു 6-7 കിലോമീറ്റർ ട്രെക്കിങ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫയർ ട്രെയിലിലൂടെയാണ് കേട്ടോ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ വരെ നടന്നത്. അതൊരു 1.5 യാത്ര തന്നെയായിരുന്നു. കാറിലാണ് വരുന്നെങ്കിൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ കേട്ടോ. $8 പാർക്ക് എൻട്രി ഫ്രീ. ഞങ്ങൾ ട്രെയിനിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫീ ഒന്നുമില്ല, അങ്ങ് പോയാൽ മതി. ശരിക്കും ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന ഒരു വാക്കിംഗ് ട്രാക്കിലൂടെ അല്ല കേട്ടോ ഞങ്ങൾ പോകുന്നത്. നേരത്തെ കണ്ട ഒരാളില്ലേ, അയാൾ കാണിച്ചു തന്ന ഒരു റൂട്ടിലാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് തന്നെ ആണോ വഴി എന്നൊക്കെ. കാരണം ഞങ്ങൾ റോഡിൽ കൂടെ പോകാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. ഇതൊക്കെ ബുഷസാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വല്ല പാമ്പുണ്ടാകുമോ? ഉണ്ടെങ്കിൽ അവർ വാർണിംഗ് സൈൻ എഴുതേണ്ടുന്നതാണ്. പിന്നെ കാടല്ലേ, പാമ്പൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അവരെ കയറി ശല്യം ചെയ്യാതിരുന്നാൽ മതി. ഒരു ഒതുങ്ങിക്കൂടി അങ്ങ് പോയേക്കണം. അമ്മ, ഐ എം സ്കേർഡ് നൗ. ഇത് ഒരുപാട് ഇറങ്ങാനുണ്ട്, ഇതെല്ലാം തിരിച്ചും കൂടെ കയറണ്ടേ. എനിക്ക് അതിനേക്കാളുള്ള എനർജി ഉണ്ടാവുമോ എന്നാണ് ഇപ്പം എനിക്ക് ഡൗട്ട്.
അയ്യോ ഒരുപാടുണ്ടല്ലോ ഇത്. ഇതൊക്കെ ചെയ്തിട്ട് കാങ്കറൂനെ എങ്ങാനും കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലായിരിക്കും കോമഡി. അമ്മ അയ്യോ അയ്യോ. ചെറിയ ചെറിയ വാക്കിംഗ് ട്രെയിൽസ് ആണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങളെടുത്തത് എളുപ്പ വഴിയാണ്, എന്നിട്ടും ഇത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ പാടുള്ള വഴിയൊക്കെ എങ്ങനെയായിരിക്കും എന്തോ. ബെസ്റ്റ് കാറിന് പോകാൻ പറ്റുമല്ലോ. ഗൈസ് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. ഇതുവഴി തന്നെ പോകണമെന്നില്ല, റോഡിൽ കൂടെ പോകാം എന്നാണ് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്. അയ്യോ എനിക്കറിയത്തില്ല, എനിക്കിതൊന്നും തിരിച്ചു കയറാനും വയ്യ. അയ്യോ ഗൈസ്, ഞങ്ങൾ ആ ട്രെയിൽ കട്ട് ചെയ്ത് ഇതേ റോഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം അതുവഴി പോയി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. ഞങ്ങൾ വന്ന ഉദ്ദേശം നടക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ റോഡിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓസ്ട്രേലിയയിൽ അങ്ങനെ ആരും റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് കുറവാണ്. അതുകൊണ്ട് അയ്യോ വണ്ടി വരുന്നത്. ആ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഒന്ന് കേറിയിട്ട് നമുക്ക് ആരോടെങ്കിലും ഒരു അഡ്വൈസ് ചോദിക്കാം. ഇനിയും തിരിച്ചു കിടക്കാനോ? ഗൈസ്, ഞങ്ങൾ നടു റോഡിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. അയ്യോ ഇനി ഇതെല്ലാം തിരിച്ചു കയറണം എന്നാണ് പറയുന്നത്. ായിരിക്കുന്ന പോലല്ല, ഞാനൊരല്പം പോലും കയറിയില്ല. ഇപ്പം തന്നെ ഞാൻ ടയേർഡായി ഗൈസ്. അയ്യോ അയ്യോ അയ്യോ, ഇത് കണ്ടോ ഗൈസ്, ഇതെല്ലാം ഞാൻ തന്നെ കയറേണ്ടിയിരിക്കുന്നു. ഇതുവരെ വന്നിട്ട് 1 മണിക്കൂറായി. ഇതുവരെ കാങ്കറൂനെയും കണ്ടില്ല, ഒരു ആനേനെയും കണ്ടില്ല. അയ്യോ വയ്യായേ. അപ്പോഴാണ് ഞങ്ങൾ നേരത്തെ കണ്ട ആ സെയിം ആളെ കണ്ടത് കേട്ടോ. അയാളാണ് ഈ ട്രാക്കിംഗ് സജസ്റ്റ് ചെയ്തത് ആക്ച്വലി. പക്ഷേ ഞങ്ങൾക്ക് റോഡിൽ കൂടെ ആയിരുന്നു പോകേണ്ടുന്നത്. ഗൈസ്, ഞാനൊരു പാറ കിട്ടി, അതിലിരിക്കുകയാണ്. എനിക്കിനി ഒരടി മുന്നോട്ട് നിൽക്കാൻ വയ്യ. അയ്യോ ഞാനിവിടെ കാണും താമസിക്കാൻ പോവാണ്. ഞാൻ ഈ സമയത്ത് വരരുതായിരുന്നു. സാനിറ്ററി പാഡ്സിൻ്റെ പരസ്യത്തിൽ കാണിക്കുന്ന പോലൊന്നും അല്ല ഗൈസ്. ഇറ്റ്സ് നോട്ട് സിമ്പിൾ. അയ്യോ അങ്ങനെ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്, വീണ്ടും തുടങ്ങാനായിട്ട്. അയ്യോ ഈ നിമിഷങ്ങളിലാണ് ഒരു കാർ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നത്. അയ്യോ പക്ഷേ നടന്നു പോകുന്നതിൻ്റെ സുഖമൊന്നും വേറെ തന്നെയാണ്. ഇഫ് കയറ്റവും ഇറക്കവും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, പ്ലെയിനാണെങ്കിൽ കുഴപ്പമില്ല. റോഡും വലിയ ഗുണമൊന്നുമില്ല ഗൈസ്, അതും നല്ല ഏറ്റവും ഇറക്കമുള്ളതാണ്. മലയാകുമ്പോൾ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടുന്നതായിരുന്നു. ഗൈസ് ഇതൊരു കുത്തനെയുള്ള ഇറക്കമാണ്. അയ്യോ ഗൈസ്, there is a problem. ഇപ്പം 3:30 ആയി കേട്ടോ. തിരിച്ച് ഈ പാർക്കിൻ്റെ പുറത്തിറങ്ങണം 6 മണിക്കുള്ളിൽ. എനിക്ക് ഇതുവരെ ഞങ്ങൾ അവിടെ എത്തിയത് പോലും ഇല്ല. പക്ഷേ തിരിച്ചു പോകാമെന്ന് ചേട്ടൻ പറഞ്ഞു. പക്ഷേ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. നോക്കാം ഇതെവിടെ എത്തുമെന്ന് നോക്കാം. കാങ്കറൂസ് ഏർലി മോർണിംഗും ലേറ്റ് ആഫ്റ്റർനൂണിലുമാണ് കേട്ടോ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അത്ര ലേറ്റായിട്ട് ഇറങ്ങിയത്. ഇവിടെ ഒരു സ്ട്രീമുണ്ട്. നല്ല റെയിൻ ഉണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് കേട്ടോ പറയുന്നത്.
ആൻഡ് ഞങ്ങൾക്ക് പോകേണ്ട വഴിയാണിത് കാണുന്നത്. അത്രയ്ക്കും ദൂരമുണ്ട്, അത്രയ്ക്ക് കയറ്റമുണ്ട്. ആൻഡ് ഇരുട്ട് വീഴാറുമായി. എന്നെ കൊണ്ട് പറ്റുമോ ഗൈസ്? എന്നെ കൊണ്ട് പറ്റുമോ? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. പീരിയഡ്സ്, ഹൈറ്റ്, വാവ്, എന്താണ് നല്ല കോമ്പിനേഷൻ, നല്ല കോമ്പിനേഷൻ. ഗൈസ്, ഇത്രയും ഒരു ഫ്ലോപ്പായിട്ടുള്ള ഒരു ഡേ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഒരുപാട് കയറണം, പിന്നെ വന്ന വഴിയൊക്കെ കയറ്റം ഇറക്കമാണ്. അതൊക്കെ എനിക്ക് 6 മണിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പകുതിക്ക് വെച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് പീരീഡ്സാണ്. എനിക്ക് തീരെ എനർജി സാധാരണ ഈ സമയത്ത് എനിക്ക് ഉണ്ടാവേണ്ടതാണ്, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞാൻ ഇതുവരെ ഒരു കാര്യവും പുറകോട്ട് പോയിട്ടില്ല. ഒരു കാര്യം വെച്ച കാലം മുന്നോട്ട് എന്നായിരുന്നു എൻ്റെ ഒരു പോളിസി. പക്ഷേ ഇതെനിക്ക് തീരെ പറ്റുന്നില്ല, അതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഐ എം സാഡ്. എല്ലാ കാര്യവും പ്ലാൻ ചെയ്തതുപോലെ നടക്കണമെന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ആശ്വസിക്കാം ഇപ്പം. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. ഇതിനിടയിൽ കൂടെ എങ്ങാനും ഒരു കാങ്കരൂവിനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. കാറുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കാറിൽ നമുക്ക് പോകായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഇറ്റ് വാസ് എ അട്ടർ ഫ്ലോപ്പ് ഡേ ഗൈസ്. ഓൾറെഡി ഇരുട്ട് വീഴാനൊക്കെ തുടങ്ങി കേട്ടോ, നല്ല രാത്രിയാവും. അപ്പോഴത്തേനും ഇനി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്റ്റേഷൻ്റെ അവിടെ എത്തണം. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. മലപ്പുറം കത്തി, അമ്പും വില്ലും, പവനായി ശവമായി. ഈ ഒരു സ്ഥലം കണ്ടപ്പം എനിക്കൊരു റീലൊക്കെ എടുക്കാൻ തോന്നി. ഒട്ടും ആരോഗ്യമില്ലെങ്കിലും ഇവിടം വരെ വന്നതല്ലേ, ഒരു റീലെടുക്കാനാണ് ഞാൻ അപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള എനർജി വെച്ചിട്ട് ഞാൻ എന്തായാലും ഒരു റീലൊക്കെ അങ്ങ് എടുത്തു കേട്ടോ. എന്നെ തള്ളി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കല്ലാണ്ട് നടക്കാൻ പറ്റുന്നില്ല. അയ്യോ അയ്യോ, ഇവിടെ ഇരിക്കാം കുറച്ചു നേരം. ഗൈസ്, പീരിയഡ്സിൻ്റെ തന്നെ സ്വഭാവം കാണിച്ചു തുടങ്ങി. എനിക്കിപ്പോൾ ചെറുതായിട്ട് വേദന എടുത്ത് തുടങ്ങുന്നുണ്ട്. ഭാഗ്യത്തിന് ഞങ്ങൾ പാർക്കിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് നടക്കാൻ. സ്റ്റേഷൻ വരെ എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങ് ട്രെയിൻ കയറിയാൽ മതി എന്നായി ഇപ്പം. അങ്ങനെ ഞങ്ങൾ ആ സെയിം സ്പോട്ടിൽ തന്നെ എത്തി കേട്ടോ. തിരിച്ച് നടക്കുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഈ വക കാര്യങ്ങൾ ഞാൻ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാതെ ഇതുവരെ പോയിട്ടില്ല. ഇതാദ്യമായിട്ടായിരിക്കും എനിക്കിങ്ങനെ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു നല്ല ഡിസപ്പോയിൻറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നേ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാനിനി എങ്ങോട്ടേക്കും ഇല്ല, ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. ഇനി എൻ്റെ ഒരു വാശിയാണ് കേട്ടോ, കാങ്കറൂസിനെ ഞാൻ കണ്ടിട്ടേ പോകൂ. കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഗൈസ്, ആ വീട് കണ്ടിട്ട് എനിക്ക് സിനിമയിലൊക്കെ പ്രേതാലയമൊക്കെ പോലുണ്ട്. സിനിമയെ കാണിക്കുന്ന പ്രേതാലയ വീടൊക്കെ ഇല്ലേ, അതുപോലുണ്ട്. പക്ഷെ എനിക്ക് ഈ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പൈസ ആയിട്ട് വേണം ഇവിടെ ഒരു വീട് മേടിക്കാൻ. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്റ്റേഷൻ എത്തി. ആ പോകുന്നത് ഒരു ഗുഡ്സ് വണ്ടിയാണ്. എന്തൊരു വലുതാണെന്നറിയോ, ഞാൻ എടുത്തിട്ട് ഇത് തീരുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു. ഇനി എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഒന്ന് കിടന്നങ്ങോട്ട് ഉറങ്ങണം, അത്രയ്ക്ക് ടയേർഡാണ്. ഇനി അടുത്തത് കാങ്കറൂസിനെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. സീ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ.